ഈ ഇലക്ഷന് പൂഞ്ഞാറും പാലയിലും എന്ത് സംഭവിക്കും? നമ്മൾ ഓരോ മണ്ഡലത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ നമ്മൾ കുറച്ച് കൗതുകത്തോടുകൂടി അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട മണ്ഡലം തന്നെയാണ് പൂഞ്ഞാർ, അതുപോലെ തന്നെ പാല. കാരണം അച്ഛനും മകനും മത്സരിക്കുന്നു, PC ജോർജും ഷോൺ ജോർജും. അപ്പോൾ പൂഞ്ഞാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ MLA ആയിട്ടുള്ളത് നമ്മുടെ PC ജോർജ് തന്നെയാണ്. പൂഞ്ഞാറാശാൻ എന്ന് വിളിക്കുന്ന PC ജോർജ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ശരിക്കും LDFിൻ്റെയും UDFിൻ്റെയും ഭാഗമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയി നിന്നു. എന്നിട്ട് ഞെട്ടിച്ച വിജയമൊക്കെ കാഴ്ച വെച്ചിട്ടുള്ളതൊക്കെയാണ് പൂഞ്ഞാറ്. അപ്പോൾ ഇപ്രാവശ്യം അദ്ദേഹം ആദ്യമായിട്ട് BJP കാൻഡിഡേറ്റ് ആയിട്ട് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് എങ്ങനെ ആളുകളിലേക്ക് എത്തും, അല്ലെ എങ്ങനെ ആളുകൾ അത് സ്വീകരിക്കും എന്നുള്ള ഒരു അവർ ഭയങ്കര പ്രതീക്ഷയോടു കൂടിയാണ് PC ജോർജ് അല്ലെങ്കിൽ NDA മുന്നണി നിൽക്കുന്നത്. എന്നാൽ ഇപ്പുറത്തുള്ളവർ PC ജോർജിനെ 3-ാം സ്ഥാനത്തേക്ക് എത്തിക്കും എന്നും പറയുന്നുണ്ട്. അപ്പം എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പം പൂഞ്ഞാർ മണ്ഡലത്തിൽ ശരിക്കും ഒരു 1996 മുതലൊക്കെ അവിടെ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട്, അത് ശരിക്കും അത് കോൺഗ്രസിൻ്റെ ഏരിയ ആയിരുന്നു പണ്ട് 57-60. പിന്നീട് അത് കേരള കോൺഗ്രസ് ആയി. അപ്പോൾ PC ജോർജ് ഈ പറഞ്ഞ മുന്നണിയൊക്കെ മാറിയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ 96-ഉം 2001-ഉം 2006, 2011 അങ്ങനെയൊക്കെ ബാക്ക് ടു, അതായത് അടുപ്പിച്ച് അദ്ദേഹം തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത്. പിന്നീട് 2016-ലാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നിന്നത്. അന്ന് ശരിക്കും ഭയങ്കര ഒരു ഞെട്ടിക്കുന്ന ഒരു വിജയമായിരുന്നു. കാരണം 2016 അന്ന് ഇവരെല്ലാ മുന്നണിയിലും മാറി അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് ഈ പറയുന്ന പോലെ മാണി ഗ്രൂപ്പും ഇവരൊക്കെ ആയിട്ടൊക്കെ തെറ്റി സ്വതന്ത്രമായിട്ട് നിന്നിട്ട് അദ്ദേഹം അന്ന് നേടിയത് 43.65% വോട്ട് ഷെയറാണ്. അന്ന് തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ മാണി ഗ്രൂപ്പിലെ കാൻഡിഡേറ്റിന് കിട്ടിയത് വെറും 34.56%. BDJSന് 13.70%. പിന്നെ ഈ JKCക്ക് 15.28%. അപ്പൊ എന്തായാലും അദ്ദേഹം അന്ന് ഭയങ്കരമായിട്ട് അവിടെ, അതായത് പൂഞ്ഞാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിഹ്നം നോക്കാതെ, പാർട്ടി നോക്കാതെ PC ജോർജിനെ നോക്കി വോട്ട് ചെയ്യും അവിടെ ജനങ്ങൾ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നിട്ട് വിജയിച്ചത്. പക്ഷെ 2021 എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് കാലിടറി. കാരണം അന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അന്ന് അപ്പോഴേക്കും ഈ പറയുന്ന മാണി ഗ്രൂപ്പ് LDFിന്റെ കൂടെ കൂടി അങ്ങനെ അവിടെ നിൽക്കുന്നു. 41.94, ഏകദേശം 42% ഈ പറയുന്ന LDFിന് അവിടെ ലഭിക്കുന്നു. ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് PC ജോർജ് അപ്പോഴേക്കും ഇൻഡിപെൻഡന്റ് എന്നുള്ള രീതിയിലോട്ട് മാറി. അന്ന് അദ്ദേഹത്തിന് നിന്നപ്പോൾ അദ്ദേഹത്തിന് വെറും 29.9, ഏകദേശം 30%. അതായത് അതിന് മുമ്പ് കിട്ടിയ 2016 കിട്ടിയ 43 നേരെ താഴോട്ട് വന്ന് 30% താഴോട്ട് എത്തി. കോൺഗ്രസിന് 24.76% തന്നെ കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളൂ. പിന്നെ BDJSന് 2.8%, ഭയങ്കരമായിട്ട് കുറഞ്ഞു എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ പറയുന്ന LDFിനാണ് കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത്. BJPയുടെ വോട്ടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 2%-ലോട്ടൊക്കെ താഴോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വളരെ എന്താ പറയുക, വീക്കാണത്. എന്തായാലും ഇപ്രാവശ്യം ത്രികോണ മത്സരം തന്നെയാണ്. കാരണം NDAയുടെ കാൻഡിഡേറ്റ് ആയിട്ട് PC ജോർജും LDFിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് ഈ പറയുന്ന സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, അതുപോലെ തന്നെ UDFിന്റെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വികസനം ചെയ്തു എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ PC ജോർജിനെ എതിർക്കാൻ വേണ്ടി നിൽക്കുന്നത്. PC ജോർജ് പറഞ്ഞാൽ അവിടെ ഒരു വികസനവും വന്നിട്ടില്ല എന്നുള്ള. UDF ആണെങ്കിൽ ഇതിൽ ഈ പേരിൻ്റെ ഒരു സാമ്യതയും LDFിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാരണം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യനും അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആണ്, രണ്ടുപേരുടെയും പേര് സെബാസ്റ്റ്യനാണ്. അപ്പോൾ ഇത് UDFിന് പോകുന്ന വോട്ടാണ് LDFിന് പോവുക, അതോ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് ഇപ്പൊ പിടിച്ചിരിക്കുന്ന വോട്ടുകൾ, കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച വോട്ടുകൾ, അത് ഇനി അങ്ങോട്ടേക്ക് ചാടുമെന്നുള്ളത്. അല്ലാതെ ത്രികോണ മത്സരമാണ് ഇപ്പൊ ഈ പറയുന്ന പൂഞ്ഞാർ നിൽക്കുന്നത്. മകൻ PC ജോർജിന്റെ മകൻ നേരെ പാലയിലോട്ടാണ് പോയിട്ടുള്ളത്. പാലയിൽ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിറ്റിംഗ് MLA മാണി സി കാപ്പനും UDFിന്റെ LDFിന്റെ മാണി ഗ്രൂപ്പിൽ ജോസ് കെ മാണി നിൽക്കുന്നു, അപ്പുറത്ത് ഷോൺ ജോർജാണ് നിൽക്കുന്നത്. അപ്പോൾ മാണി സി കാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ വളരെ ജനകീയം തന്നെയാണ്. അദ്ദേഹത്തിനെ തൊടുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ താഴെ ഇറക്കുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പാലാ മണ്ഡലസഭമാണ് നമ്മൾ ഈ പറഞ്ഞ ഇതൊക്കെ കോട്ടയത്തിൽ പെടുന്നതാണ്. കോട്ടയത്ത് 1900 പാലയിൽ, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രമായ പാലയിൽ 1967 മുതൽ 2016 വരെ KM മാണി ആയിരുന്നു അവിടെ. അപ്പോൾ എത്ര വർഷം, അതായത് അദ്ദേഹത്തിന് ഒരിക്കലും വീഴ്ത്താൻ പറ്റിയിട്ടില്ല KM മാണിനെ. എന്തെല്ലാം ഭരണവിരുദ്ധ വികാരം ആ സമയത്ത് സർക്കാരുകൾക്ക് ഉണ്ടെങ്കിൽ, അതായത് UDF ഭരിക്കുകയാണെങ്കിൽ പോലും KM മാണി തൊടാൻ പറ്റില്ല. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പിണറായി വിജയന്റെ കാര്യം നമ്മൾ പറയുന്ന പോലെ തന്നെയാണ്. പിണറായി MLA ആവുക, പിണറായിയുടെ ഒരു ഈ ധർമ്മടം എന്ന് പറഞ്ഞാൽ പിണറായിയുടെ കേന്ദ്രം തന്നെയാണ്.
2011 ഈ കെ മാണി അന്ന് ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 49.14%. അതായത് 2006 അച്യുതാനന്ദൻ സർക്കാരിനെ വീഴ്ത്തി ഉമ്മൻചാണ്ടി സർക്കാർ വന്ന സമയത്ത് കെ മാണിക്ക് കിട്ടിയത് 49%. അന്ന് മാണി സി കാപ്പൻ ഈ LDF മുന്നണിയിലായിരുന്നു, NCP. അന്ന് 44.72%. വളരെ ടൈറ്റ് തന്നെയായിരുന്നു മാണി സി കാപ്പനൊത്ത്, ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല. പിന്നെ BJPക്ക് കിട്ടിയത് 5% മാത്രമാണ്, 5.1. 2016 എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്ന് ഈ കെ മാണിക്കെതിരെയുള്ള ഇവരുടെ LDF പ്രതിപക്ഷത്തിൽ നിന്നപ്പോൾ കാട്ടിക്കൂട്ടിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അവർ കെ മാണിയുടെ ഒരു അഴിമതിക്കെതിരെ, അല്ലെങ്കിൽ കെ മാണി അഴിമതിക്കാരനാണെന്ന രീതിയിലൊക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറെ പ്രതിഷേധങ്ങളൊക്കെ നടത്തി. പക്ഷെ അതൊക്കെ കുറച്ച് കടന്ന കൈയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ 2016 LDF സർക്കാർ വന്ന സമയത്താണ് അന്ന് കെ മാണിയും തന്നെയാണ് ജയിച്ചത്. പക്ഷെ കെ മാണിയുടെ വോട്ട് ഷെയർ കുറച്ച് കുറഞ്ഞിരുന്നു, 42.13%. അന്ന് ഈ പറയുന്ന മാണി സി കാപ്പന് NCPക്ക് 38.78%. BJPയുടെ N ഹരി വോട്ട് വീതം കൂട്ടി 17.76%. അപ്പോൾ മാണി സി കാപ്പന്റെ വോട്ട് വീതം കുറഞ്ഞു, പക്ഷെ മാണി സി കാപ്പൻ അപ്പോഴും ഫൈറ്റ് ചെയ്ത് തന്നെ നിന്നു. 2019 ഈ പറഞ്ഞ കെ മാണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ മാണി സി കാപ്പൻ നേരെ ഈ പറയുന്ന UDFിലേക്കാണ് മാണി സി കാപ്പൻ പോയത്. എന്നിട്ട് മാണി സി കാപ്പൻ അവിടെ ജയിക്കുകയാണ് ചെയ്തത്. അന്ന് ഈ മാണി ഗ്രൂപ്പിൽ നിന്നിരുന്ന UDFിന്റെ ജോസ് ടോം, അദ്ദേഹത്തിന് 40% വോട്ട് കിട്ടിയപ്പോൾ മാണി സി കാപ്പൻ്റെ 42.5%ആണ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം തന്നെ തുടർന്നുകൊണ്ട് ഇപ്പോൾ നിൽക്കുകയാണ്. സിറ്റിംഗ് MLA ആയിട്ട് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ മാണി സി കാപ്പൻ നിൽക്കുന്നു. 2026 ഇപ്രാവശ്യം ഇനി എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്കറിയാം. കാരണം ഈ ബൈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അപ്പുറത്ത് 2021 എത്തിക്കഴിഞ്ഞപ്പോൾ മാണി സി കാപ്പൻ DCK എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ എക്സിസ്റ്റിംഗ് NCP എന്നൊക്കെ പിരിഞ്ഞ് DCK തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ട് ഷെയർ ഭയങ്കരമായിട്ട് എതിരാളികളെ ഭയപ്പെടുത്തുന്നത് 50%. അതായത് തൊട്ട് മുമ്പ് ബൈ ഇലക്ഷൻ 42 കിട്ടിയത് അദ്ദേഹം 50% എത്തിച്ചു. അന്ന് ജോസ് കെ മാണിനെ തോപ്പിച്ചു. ജോസ് കെ മാണി 2021 വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു. ജോസ് കെ മാണി തോക്കുന്നു. ജോസ് കെ മാണിക്ക് 37.3% കിട്ടിയത്. BJPയുടെ വോട്ട് വീണ്ടും കുറയുകയും ചെയ്തു, 7.85%. ഇപ്രാവശ്യം 2026 ഈ പറയുന്ന പോലെ മാണി സി കാപ്പൻ തന്നെ വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അദ്ദേഹത്തിന് കോൺഫിഡൻസിൽ അദ്ദേഹം നിൽക്കുന്നു. ജോസ് കെ മാണി തന്നെ കഴിഞ്ഞ തവണ തോറ്റു, ഇപ്രാവശ്യം ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിൽക്കുന്നു. ഇവരെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ ഇവർക്കെതിരെ നിൽക്കുന്നത് ഷോൺ ജോർജാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള BJP സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ഇപ്പോൾ അവിടെ ഷോൺ ജോർജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഷോൺ ജോർജ് ജയിക്കുമോ വിജയിക്കുകയോ എന്നുള്ളതിലുപരി ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ മാണി സി കാപ്പൻ്റെ പിടിക്കുമോ ജോസ് കെ മാണിയുടെ പിടിക്കുമോ എന്നുള്ളതാണ്. ഇപ്പൊ ഈ പ്രചാരണത്തിന്റെ സമയത്താണെങ്കിൽ തന്നെ ഇവരൊക്കെ ഒരുമിച്ച് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഷോൺ ജോർജും മാണി സി കാപ്പനും കൂടി ഒരുമിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മാണി സി കാപ്പൻ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഷോൺ ജോർജ് പറഞ്ഞു ഇവിടെ വികസനമൊന്നുമില്ല, എന്തായാലും ഞങ്ങളെല്ലാം ജയിക്കും, എനിക്ക് നല്ല സ്ട്രോങ് ആണ്, ഭൂരിപക്ഷം എത്രയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഷോൺ ജോർജ് തന്നെ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി, മാണി സി കാപ്പനെ മുന്നിൽ നിർത്തി പറഞ്ഞു ഇവിടെ വിദ്യാർത്ഥികൾ പഠിച്ചൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ജോലി അവസരങ്ങളില്ല. ഈ നിൽക്കുന്ന മാണി സി കാപ്പൻ അങ്കിളുടെ മകൻ, അങ്കിൾ എന്നാണ് ഞാൻ ഇപ്പോഴും വിളിക്കുന്നതെന്ന് പറഞ്ഞു. മാണി സി കാപ്പന്റെ മകൻ ചെറിയാൻ ഇപ്പോൾ വിദേശത്താണ്. അപ്പോൾ അവർക്കൊന്നും അങ്ങനെ വിദേശത്ത് പോകാതെ ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം, അത് ഞാൻ വിജയിച്ചാൽ നേടും എന്ന് പറഞ്ഞു. പക്ഷെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു, ഇവർ കൈ കൊടുക്കും. ഇവർ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ വ്യക്തിബന്ധത്തിനും ഒന്നും ബാധിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും അങ്കിളും തന്നെയാണ് വിളിക്കണം, മകൻ എൻ്റെ കൂടെ പഠിച്ചാണ്, എൻ്റെ സുഹൃത്താണ്. പിന്നെ ജോസ് കെ മാണിയെ കുറിച്ചും പറഞ്ഞു, അദ്ദേഹം വെച്ച് നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു മാണി സി കാപ്പനും ഈ ഷോൺ ജോർജും ഒരുമിച്ച് അവർ ശക്തമായിട്ട് അവരുടെ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. അവർ നന്നായി പ്രചാരണം നടത്തുന്നുണ്ട്. വ്യക്തിപരമായിട്ട് അവർ സൗഹൃദത്തിലാണെങ്കിൽ കൂടി ജോസ് കെ മാണി നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഇപ്പോൾ മാണി സി കാപ്പൻ മറ്റൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി 9 കോടി രൂപയ്ക്ക് പിറവം ഉൾപ്പെടെയുള്ള 3 സീറ്റുകൾ വിൽക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ജോസ് കെ മാണിക്ക് അതിന്റെ ആവശ്യം? ജോസ് കെ മാണി അച്ഛൻ KM മാണി എൻ്റെ അച്ഛൻ്റെ ജൂനിയറായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു, വക്കീൽ ആയിരുന്നപ്പോൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ് എന്ന് മാണി സി കാപ്പൻ പറഞ്ഞു. എൻ്റെ മാണി സി കാപ്പൻ ജോസ് കെ മാണിക്ക് ഇതൊരു വലിയൊരു ആരോപണമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ വേറെ പരാതിയും കാര്യങ്ങളൊന്നുമല്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇലക്ഷന്റെ തലേ ദിവസം അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. പിന്നെ കൊട്ടിക്കലാശം നടന്ന സമയത്ത് മാണി സി കാപ്പൻ കൊട്ടിക്കലാശം ഒഴിവാക്കി. അപ്പോൾ ഇപ്പുറത്ത് ജോസ് കെ മാണിയും ഷോൺ ജോർജും ശക്തമായിട്ട് കൊട്ടിക്കലാശം നടത്തി. അപ്പോൾ ജോസ് കെ മാണി ഷോൺ ജോർജ് പറഞ്ഞത് ആളില്ല മാണി സി കാപ്പന്, UDFന് പ്രവർത്തകരില്ല, പിന്നെ എന്തിനാണ് കുട്ടിക്കലാശം നടത്തുന്നത് പറഞ്ഞു. ജോസ് കെ മാണിയുടെ കാര്യം പറഞ്ഞത് അത് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, CPM-കാരുണ്ട്, അതല്ലാതെ മാണി ഗ്രൂപ്പിന്റെ ആൾക്കാരല്ല, CPM-കാർ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നടന്നു. പക്ഷെ എനിക്ക് 100% കോൺഫിഡൻസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ രണ്ടുപേരും അച്ഛനും മകനും നിൽക്കുകയാണ്. BJP ഭയങ്കരമായിട്ട് ശക്തമായിട്ട്, ഇപ്പൊ മോദിയൊക്കെ വന്നപ്പോൾ പോലും
വളരെയധികം സപ്പോർട്ട് ഷോൺ ജോർജിന് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോൺ ജോർജ് തമാശ രൂപേണ പറഞ്ഞു, മത്സരം ഞാനും എൻ്റെ അച്ഛനും തമ്മിലാണ്, എൻ്റെ അച്ഛനെക്കാട്ടും കൂടുതൽ ഭൂരിപക്ഷം നേടണം എന്നാണ് എൻ്റെ ആഗ്രഹം, അപ്പോൾ രണ്ടുപേരും വിജയിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ പി സി ജോർജിന് അവിടെ കുറച്ച് ടൈറ്റാണ്. എനിക്കൊണ്ട് ഷോൺ ജോർജിനെ പോലെ ഷോൺ ജോർജിനും ഈസി എന്ന് പറയുന്നില്ല, എങ്കിലും ഷോൺ ജോർജിനെ കാട്ടും കുറച്ചും കൂടി ഒന്ന് ബുദ്ധിമുട്ടും പി സി ജോർജ്. കാരണം ഇപ്പം ഈ FCRയുടെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബിഷപ്പുമാർക്കെതിരെയൊക്കെ അദ്ദേഹം ഒന്നൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ അതൊരു തിരിച്ചടിയാവൂ എന്നുള്ള ഒരു സംസാരം അവിടെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പി സി ജോർജിൻ്റെ ഒക്കെ അവര് പ്രവർത്തകർ അല്ലെങ്കിൽ പി സി ജോർജിന്റെ ഒരു ക്യാമ്പൊക്കെ കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം പി സി ജോർജ് ബിഷപ്പുമാരെ ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ പറയണത്. ഇതിനു മുമ്പ് ഒരിക്കൽ ദീപിക പത്രം ഫാരിസ് അബൂബക്കറിന് കൊടുത്തപ്പോൾ അതിനെതിരെ സംസാരിച്ച വ്യക്തിയാണ്. എന്നിട്ട് അവസാനം ദീപിക പത്രം തിരിച്ച് സഭയിലേക്ക് തന്നെ കിട്ടി. അതൊക്കെ പി സി ജോർജ് ഇടപെട്ടതുകൊണ്ടാണ്. എന്നിട്ട് അതേ ദീപിക പത്രം ഇപ്പോൾ പി സി ജോർജിനെതിരെ ചീത്ത പറയാൻ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ പി സി ജോർജിന് അല്ല വോട്ട് കൊടുക്കേണ്ടത്, നിങ്ങൾ ആർക്കാണ് വോട്ട് കൊടുക്കാൻ പോകുന്നത്? കാരണം ശബരിമല വിഷയത്തിലും അല്ലെങ്കിൽ SDPയുടെ വിഷയത്തിലൊക്കെ പലപ്പോഴും ബിഷപ്പുമാർക്കെതിരെ പിതാവിനെതിരെയൊക്കെ സംസാരിക്കുന്ന മറ്റു പാർട്ടിയിലെ പല ആളുകൾക്കാണോ നിങ്ങൾ വോട്ട് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് പി സി ജോർജിന്റെ അവരുടെ ഒരു ക്യാമ്പയിൻ. അപ്പം എങ്ങനെയാണ്? പിന്നെ പണ്ട് KCB കറണ്ട് കട്ട് ചെയ്ത് KCB അവിടെ ഓഫീസിൽ കിടന്ന് ഉറങ്ങിയപ്പോൾ പോയി അവരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. പിതാവിനെ ചീത്ത വിളിച്ചിട്ടുള്ള SDPക്കാർക്ക് മുന്നിൽ കൊണ്ട് ജീപ്പ് വട്ടം വെച്ച് ഇറങ്ങി നിന്ന് അവരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. രാഷ്ട്രീയ ഭാവി പോലും നോക്കാതെ ശബരിമല വിഷയത്തിൽ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി ഇടപെട്ട ആളാണ് പി സി ജോർജ്. അങ്ങനെയുള്ള ആളെ വേണം സപ്പോർട്ട് ചെയ്യാനെന്നാണ് പി സി ജോർജിന്റെ ഒരു ക്യാമ്പ് സംസാരിക്കുന്നത്. പക്ഷെ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇപ്പോൾ ഷോൺ ജോർജ് തന്നെ പറഞ്ഞു, അച്ഛൻ അദ്ദേഹത്തിന്റെ ശൈലിയാണ്, അദ്ദേഹം ക്യാമറ ഉണ്ടോ എന്ന് നോക്കാതെ അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറയും, മറ്റുള്ളവരെ പോലെ ഒളി മറയൊന്നുമില്ല. അങ്ങനെ അച്ഛനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഷോൺ ജോർജ് സംസാരിക്കുന്നത്. എന്തായാലും ഇതിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചാൽ അതൊരു വിജയം തന്നെയാണ്, ആ ഒരു കുടുംബത്തിന്റെ ഒരു വിജയം തന്നെയാണ്. ഇതിൽ ആർക്കാണ് കൂടുതൽ സാധ്യത എന്നറിയില്ല. ഷോൺ ജോർജിനാണ് എന്ന് പറയുന്നുണ്ട്, എന്നാൽ അതല്ല പി സി ജോർജിനാണെന്നും പറയുന്നുണ്ട്. എന്നാൽ പി സി ജോർജ് 3ാം സ്ഥാനത്തേക്ക് പോകും, ഷോൺ ജോർജ് 2ാം സ്ഥാനത്ത് പോകും. രണ്ടുപേരും ജയിക്കില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ജയിച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ അത് NDA മുന്നണിക്ക് ഒരു ക്ഷീണം തന്നെയായിരിക്കും. എന്തായാലും ഇത് കേൾക്കുന്ന പൂഞ്ഞാറുകാർ, പാലക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ആരൊക്കെ ജയിക്കും, ആരൊക്കെ വീഴും?